ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിലെ ആദ്യ ദിനം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മികച്ച ദിവസമായിട്ട് തന്നെ എൻഡ് ആവുകയാണ്. ഡേ എൻഡ് ചെയ്യുമ്പോൾ ടോസ് കിട്ടി ബാറ്റിംഗ് ചെയ്യുന്ന തരത്തിൽ ഒരു മികച്ച തീരുമാനമാണ് എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡേ എൻഡ് ചെയ്തിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ നിന്നും വലിയ മാറ്റമില്ലാതെ തന്നെ ഇന്ത്യൻ മിഡിൽ ഓർഡറിന്റെ തക്കിട തരികിട താളം തെറ്റൽ നമ്മൾ ഇന്നത്തെ മത്സരത്തിലും കണ്ടു. ഇപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മിഡിൽ ഓർഡർ തന്നെയാണെന്ന് നമുക്ക് അവിടെ അറിയാം. രജത് പട്ടിദാർ ആയിരുന്നു KL രാഹുലിന്റെ പകരക്കാരനായിട്ട് ഈ ഒരു 11ലേക്ക് വന്നത്. രജത് പട്ടിദാറിന്റെ തുടക്കക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കി വെച്ചാലും ശ്രേയസ് അയ്യർ, ഗില്ല്, അതുപോലെ തന്നെ ശ്രീകാർ ഭരത് എന്നിവരുടെ പെർഫോമൻസ് അവിടെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം യശസ്വി ജയ്സ്വാൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരുടെയും സ്കോർ 35 റൺസിന് മുകളിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. നാളെ എത്രാമത്തെ സെഷൻ വരെ സർവൈവ് ചെയ്യാൻ ഈ ഒരു വിക്കറ്റ് കൂട്ടുകെട്ട് കൊണ്ട് സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. എന്നിരുന്നാലും മികച്ചൊരു ടോട്ടൽ ഇപ്പോൾ ഇതിനോടകം തന്നെ പടുത്തുയർത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലാറ്റ് ട്രാക്കിൽ പോലും ബാക്കിയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു വേറൊരു ഫാക്ടർ. അതായത് ഈ ഒരു പിച്ചിൽ അധികം ടേൺ ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ അധികം ബൗൺസ് ഉണ്ടാകുന്നില്ല. അതൊക്കെ വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ആൻഡേഴ്സൺ ആ ഒരു ഗില്ലിനെ വീഴ്ത്തിയ ആ ഒരു ബോളാണ്. കറക്റ്റായിട്ട് പെർഫെക്റ്റ് എക്സിക്യൂഷനാണ് ആ ഒരു ബോളിങ്. കറക്റ്റായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഗില്ലിനെതിരെ ഇതുവരെ കളിച്ചിട്ട് എനിക്ക് തോന്നുന്നു 5 or 6 പ്രാവശ്യം അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്തിട്ടുള്ളൊരു താരമാണ് ആൻഡേഴ്സൺ. അത്ര മികച്ച രീതിയിൽ ആ ഒരു ബോളിംഗ് എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗില്ലിൻ്റെ വീക്ക് സ്പോട്ട് കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതുപോലൊപ്പം തന്നെ ആർക്കും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ശ്രീകാർ ഭരത്തൊക്കെ കുറച്ചുകൂടെ മെച്യൂരിറ്റി കാഴ്ചവെക്കണം. യശസ്വി ജയ്സ്വാളിൻ്റെ പോലും മെച്യൂരിറ്റി ഇത്രയും മാച്ചായിട്ട് കളിക്കുന്ന ആ ഒരു ശ്രീകാർ ഭരത്ത് കാഴ്ചവെക്കുന്നത്. അതുപോലെ രോഹിത് ശർമ്മയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കുറേ പേരെ പിന്നെയും തെറിവിളിയായിട്ട് വരാം രോഹിത് ശർമ്മയെ കുറിച്ച് പറയുമ്പോൾ. സ്റ്റിൽ ഞാൻ പറയുന്നു, ഇപ്പോൾ ഞാൻ പറയും, ഈ ഒരു 5 സീരീസിൽ ഏതെങ്കിലും ഒരു സെഞ്ചുറി അടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ പിന്നെ തെറി പറയാൻ വരും. അത് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ എന്താണ് രോഹിത് ശർമ്മയുടെ നിലവിലെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ടീമിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റണം എന്നല്ല പറയുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും കൂടി അംഗീകരിക്കുക. കഴിഞ്ഞ മാച്ചിൽ പുള്ളി സെഞ്ചുറി അടിച്ചപ്പം എടുത്തിട്ട് തന്നെ പൊങ്കാലയായിരുന്നു. അതിന് മുമ്പുള്ള 2 മാച്ചുകൾ ഡെക്കായപ്പോൾ ഒന്നും ആർക്കും പറയാനില്ലായിരുന്നു. പിന്നെ അടിച്ച് കഴിയുമ്പോൾ പിന്നെ തരുവരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രോഹിതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാതിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രജത് പട്ടിദാറിന് വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ മുതലാക്കാമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് കൂടുതൽ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. തുടക്കക്കാരൻ എന്ന നിലയിൽ മാറ്റി നിർത്തിയാലും ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിന് ഡെബ്യൂട്ട് മാച്ച് കളിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ചിലപ്പോൾ ഒരു സ്കോർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ അക്സർ പട്ടേലിന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഈ ഒരു ലാസ്റ്റ് വിക്കറ്റ് കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം യശസ്വി ജയ്സ്വാൾ. ഇനിയിപ്പോൾ വരാനുള്ളത് കുൽദീപ്, അതോടൊപ്പം തന്നെ മുകേഷ് കുമാർ, ബൂംറ എന്നിവരാണ്. ഇവർക്ക് എത്രത്തോളം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഒരു 400-420 കുറയാതെ ആ ഒരു ലീഡ് നമ്മൾ ഉയർത്തുമെന്നാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നമ്മുടെ ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. നാളെ എത്രത്തോളം സർവൈവ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം സർവൈവ് ചെയ്യുക. കാരണം ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഈ ഒരു പിച്ചിൽ അത്യാവശ്യം മനോഹരമായിട്ട് നടക്കുമെന്നാണ് തോന്നുന്നത്. ഇനി ഡേ 2 പിച്ചിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ ചില സ്ലോനെസ്സോ അല്ലെങ്കിൽ കുറച്ച് ടേണൊക്കെ കിട്ടിയാലേ ഉള്ളൂ. ഇതുവരെ പിച്ചിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് ഡേ ഫുള്ള് കളിച്ചിട്ടും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സെഷൻ 3 വന്നപ്പോൾ വിക്കറ്റുകൾ കൂടുതൽ വീഴുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഡേ 2 എന്താണെന്ന്. ഡേ 1 നന്നായിട്ട് തന്നെ യശസ്വി ജയ്സ്വാൾ മുതലാക്കി. 179 റണ്ണാണോ 200 ലോഡിംഗ് ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദശങ്ങൾ കമന്റ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ മിഡിൽ ഓർഡറിന്റെ ആ ഒരു പതറ്റിക് അവസ്ഥ ഓർത്തിട്ട് വളരെ ദിവസങ്ങളുണ്ട്. ശ്രേയസ് അയ്യർ, ഗില്ല്, ശ്രീകാർ ഭരത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ അക്സർ പട്ടേലിനെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. രജത് പട്ടിദാർ നല്ല അവസരങ്ങളായിരുന്നു. കാരണം അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഇവർ, അതായത് ശ്രേയസ് അയ്യറിൻ്റെ ഗില്ലിൻ്റെ ഒക്കെ ചാൻസുകളുടെ കാര്യം എന്ന് പറയുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഗില്ലിന് ഓപ്പണിംഗ് സ്പോട്ടിൽ ഒരു സ്പേസ് കിടപ്പില്ല. യശസ്വി ജയ്സ്വാൾ ആ ഒരു പൊസിഷൻ ലോക്ക് ചെയ്തു. ഓഫ് കോഴ്സ് രോഹിത് ശർമ്മ അപ്പുറത്ത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തി. ഞാൻ പറഞ്ഞതിൽ തന്നെ തെറ്റെങ്കിൽ കമന്റ് ബോക്സിൽ തിരുത്താം. ബൈ ബൈ.